കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ പ്രൊജക്റ്റാണ്. ഞങ്ങൾക്ക് കോഴിക്കോടിൽ പ്രതീക്ഷയുണ്ട്. വലിയ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാതിരി ഒരു ഷോപ്പിംഗ് മാൾ കോഴിക്കോടിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബീച്ചിൽ വരുന്നത് പോലെ, ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നത് പോലെ സമയം ചെലവഴിക്കാൻ ഇത്തരം മാളുകളിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളതും പൊതുവെ കാണാവുന്ന ഒരു പ്രത്യേകതരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ചൂരൽമല ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന മലബാറിന്റെ വാണിജ്യ വികസനത്തിന് കരുത്തേകി പുതിയ ലുലു മാൾ മാങ്കാവിൽ തുറന്നു. ലോകോത്തര ഷോപ്പിംഗിന്റെ മുഖമായ ലുലു കോഴിക്കോടിന്റെ പ്രാദേശിക വികസനത്തിന് കൈത്താങ്ങായി അന്താരാഷ്ട്ര നിലവാരത്തിലാണ് മാൾ തുറന്നിരിക്കുന്നത്. 3 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ലുലു മാൾ ഒരുങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, അഹമ്മദ് ദേവർകോവിൽ MLA, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമായി. മലബാറിന്റെ വാണിജ്യ വികസന മുന്നേറ്റത്തിന് MA യൂസഫലി നൽകുന്ന പിന്തുണയുടെ നേർസാക്ഷ്യമാണ് പുതിയ മാളെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം 2000-ഓളം കുടുംബങ്ങൾക്ക് കൂടിയാണ് പ്രതീക്ഷയുടെ വെളിച്ചമേകുന്നതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സാധ്യത കൂടിയാണ് ലുലു തുറന്നിരിക്കുന്നത്. ലുലുവിന് സമീപമുള്ള റോഡുകൾ ഉൾപ്പെടെ നഗരത്തിലെ 12 റോഡുകൾക്ക് സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയിലൂടെ 1300 കോടി രൂപ സർക്കാർ അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോടിന്റെ വികസന പ്രവർത്തനത്തിന് കരുത്തേകുന്ന MA യൂസഫലിയുടെ പ്രൊജക്ടുകൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു ദിനമാണിന്ന്. ലുലു മാൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന ഒരു പൊതുസ്ഥിതി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ ലുലു മാളിൻ്റെ എല്ലാമായ ശ്രീ യൂസഫലി സാഹിബ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നല്ല നിലയിൽ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ വ്യായാമമൊക്കെ വളരെ ചിട്ടയായി നടത്തുന്നയാളാണ്. അദ്ദേഹം മാത്രമല്ല, മുൻനിരയിലിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പലരും ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എല്ലാ നിലയിലും വ്യായാമമൊക്കെ കൃത്യമായി ചെയ്യുന്നവരാണ്. ലുലു മോളിൻ്റെയും പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നല്ല എക്സസൈസ് ചെയ്തുകൊണ്ട്, നല്ല ഹോംവർക്ക് ചെയ്തുകൊണ്ട് ലുലു മാളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നുണ്ട്. അതിനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഭാഗമായി ജോലി ലഭിക്കുന്നു, മറ്റ് സൗകര്യങ്ങളുണ്ടാകുന്നു. പൊതുവേ നമ്മളെ ആശങ്കയിലേക്ക് തള്ളിവിടുന്നൊരു പ്രശ്നമുണ്ട്. ലുലു മോൾ വന്നാലും ഇല്ലെങ്കിലും നാം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗതാഗത കുരുക്ക്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. 1 സ്ക്വയർ കിലോമീറ്ററിൽ 885 മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. വാഹനപ്പെരുപ്പമാണെങ്കിൽ അതും ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സ്വാഭാവികമായും ലുലു മാൾ വരുന്നതോടുകൂടി ഈ പ്രദേശങ്ങളിലാകെ ഗതാഗതക്കുരുക്കൊരു പ്രശ്നമായി ഭാവിയിൽ മാറും എന്ന കാര്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേവിടെ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ കോഴിക്കോട് നഗരത്തിലെ 12 റോഡുകൾക്ക്, അതിൽ ഈ കല്ലുത്താങ്കടവ് മുതൽ ഇതിൻ്റെ മുമ്പിലൂടെ മീഞ്ചന്ത വരെ എത്തുന്ന 5 കിലോമീറ്റർ വരുന്ന റോഡ് ഉൾപ്പെടെയുള്ള 12 റോഡുകൾക്ക് സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ 1300 കോടി രൂപ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അനുവദിച്ച സന്തോഷപരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിത് ഇനി ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കന്മാർ ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 12 റോഡുകളുടെയും പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള കഠിന ശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ തിരക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു ജംഗ്ഷൻ മീഞ്ചന്ത ജംഗ്ഷനാണ്.
മീൻചന്ത ജംഗ്ഷനിൽ മീൻചന്ത വട്ടക്കിണർ അരീക്കാട്, വട്ടക്കിണർ നിന്ന് ആരംഭിച്ച് മീൻചന്തയിലൂടെ അരീക്കാട് ഇറങ്ങുന്ന മേൽപ്പാലം, അതുപോലെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന് 225 കോടി അനുവദിച്ച് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി ആരംഭിച്ച സന്തോഷപൂർവ്വം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ഹോട്ടൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് സഹായമാണോ ലഭ്യമാകേണ്ടത്? കാരണം കുറേ പേർക്ക് ജോലി ലഭിക്കും, വലിയ വികസനം നാട്ടിലുണ്ടാകും. അതിനെന്താണോ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നുള്ളതും പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. വളരെ സന്തോഷമാണ്. ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത, ഇത്തരം ആളുകളൊരു ഡെസ്റ്റിനേഷൻ കൂടിയായി മാറുന്നു ലോകത്ത് എന്നുള്ളതാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി മാറുന്നു എന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇത്തരം ആളുകളിലേക്ക് വൈകുന്നേരം ഒരു സാധനം വാങ്ങാനില്ലെങ്കിലും ഒത്തുകൂടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ബീച്ചിൽ വരുന്നത് പോലെ, ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നത് പോലെ സമയം ചെലവഴിക്കാൻ ഇത്തരം ആളുകളിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളതും പൊതുവേ കാണാവുന്ന ഒരു പ്രത്യേകതരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇത്തരം ആളുകൾ ആ നിലയിൽ ഇത്തരം സംരംഭങ്ങൾ ഏറെ മുന്നോട്ട് പോകും. നല്ല നിലയിൽ എല്ലാവരുടെയും പിന്തുണയോടെ മുന്നോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആരോഗ്യത്തിന് വേണ്ടി നടത്തുന്ന ശ്രമം ലുലു മോൾ എന്ന സ്ഥാപനത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നടത്തുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. അത്തരം വ്യായാമ പ്രവർത്തനം ഇനിയും ശക്തിയുക്തം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ മലബാറിലേക്ക് കൂടി ലുലുവിന്റെ സേവനം വിപുലീകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. മികച്ച നഗരാസൂത്രണമുള്ള സിറ്റിയായി കോഴിക്കോടിനെ മാറ്റേണ്ടത് ഏവരുടെയും ഉത്തരവാദിത്വമാണ്. നഗരത്തിന്റെ ആധുനികവൽക്കരണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് പുതിയ ലുലു മാളെന്ന് MA യൂസഫ് അലി വ്യക്തമാക്കി. മികച്ച നിലവാരത്തിലുള്ള ഹോട്ടൽ കോഴിക്കോട് യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാതൃകയിൽ വലിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും മലബാറിന്റെ വികസനത്തിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും MA യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ പ്രൊജക്റ്റാണ്. ഞങ്ങൾക്ക് കോഴിക്കോടിൽ പ്രതീക്ഷയുണ്ട്. വലിയ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാതിരി ഒരു ഷോപ്പിംഗ് മാൾ കോഴിക്കോടിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബീച്ചിൽ വരുന്നത് പോലെ, ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നത് പോലെ സമയം ചെലവഴിക്കാൻ ഇത്തരം ആളുകളിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളതും പൊതുവേ കാണാവുന്ന ഒരു പ്രത്യേകതരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. കൂടുതൽ IT കമ്പനികൾ ഉൾപ്പെടെ കോഴിക്കോട് എത്തുന്നതിന് ലുലുവിന്റെ ഇത്തരം പ്രൊജക്ടുകൾ വലിയ സഹായമാകുമെന്നും പുതിയ തലമുറയുടെ ആവശ്യകത കൂടിയാണ് ലുലു നിറവേറ്റുന്നതെന്നും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഹാപ്പിനെസ് ഇൻഡെക്സ് സൂചിക ഉയർത്താനുള്ള നഗരസഭയുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് പുതിയ ലുലു മാൾ എന്നും ബീന ഫിലിപ്പ് കൂട്ടിച്ചേർത്തു. Lulu Mall is adding to that attraction. So that's why as a mayor, I'm so proud that you have started a mall here, a mall, a place of happiness. ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ ലുലു കൈവരിച്ച വിജയം കോഴിക്കോടിനും പ്രതീക്ഷ പകരുന്നതാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്തും കൊച്ചിയിലേതും പോലെ കോഴിക്കോടിന്റെ വാണിജ്യ വികസനം വേഗത്തിലാക്കാൻ ലുലുവിന്റെ പ്രൊജക്ടുകൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. 800 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണ് കോഴിക്കോട് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2000 പേർക്കാണ് പുതിയ തൊഴിലവസരം ലഭിക്കുന്നത്. മാവൂർ റോഡിന് സമീപം മാങ്കാവിൽ 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മാൾ ഒരുങ്ങിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവമാണ് ലുലു സമ്മാനിക്കുക. 5 സെൽഫ് ചെക്കൗട്ട് കൗണ്ടറുകളടക്കം സജ്ജീകരിച്ച് ഏറ്റവും സുഗമമായ ഷോപ്പിംഗ് ആണ് ലുലു കോഴിക്കോട് ഉറപ്പാക്കിയിരിക്കുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമെ വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് സോണായ ഫൻഡൂറയും ലുലുവിൽ സജ്ജമാണ്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ്. മുൻനിര ബ്രാൻഡുകൾ ഉൽപ്പന്നങ്ങൾ മുതൽ മലബാറിലെ കാർഷിക മേഖലയിൽ നിന്നുള്ള പഴം, പച്ചക്കറി, പാൽ ഉൽപ്പന്നങ്ങൾ വരെ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാകും. ലോകത്തെ വിവിധ കോണുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിലാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. പലവ്യഞ്ജനങ്ങൾ, മത്സ്യം, ഇറച്ചി എന്നിവയ്ക്കായി പ്രത്യേകം കൗണ്ടറുകളുണ്ട്. ഹോട്ട് ഫുഡ്, ബേക്കറി വിഭവങ്ങളുടെ വിപുലമായ ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വീട്ടുപകരണങ്ങളുടെയും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ശേഖരവുമായി ലുലു കണക്റ്റും ആകർഷകമായ ഫാഷൻ ശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോറും പുതുമയാർന്ന ഷോപ്പിംഗ് സമ്മാനിക്കും. ഇതിനു പുറമെ ഗെയിമിംഗ് സെക്ഷനായ ലുലു ഫൻറ്റൂറ കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടമാകും. 10,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഫൻറ്റൂറ
വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് സോണാണ്. വിപുലമായ ഫുഡ് കോർട്ടാണ് മറ്റൊരു പ്രത്യേകത. 500-ലധികം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനാകുന്ന സൗകര്യത്തിലാണ് ഫുഡ് കോർട്ട്. KFC, ചിക്കിങ്, പിസ്സ ഹട്ട്, ബാസ്കിൻ ആൻഡ് റോബിൻസ്, ഫ്ലെയിം ആൻഡ് ഗോ, സ്റ്റാർബക്സ് തുടങ്ങി 16-ലേറെ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ടിസോട്ട്, സ്കെച്ചീസ്, സ്വാ ഡയമണ്ട്സ്, സീലിയോ, ലേവിസ്, US പോളോ, LP, അലൻസോളി, പോഷി സലൂൺ, ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഉൾപ്പെടെ 50ഓളം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സ്റ്റോറുകളുമുണ്ട്. 1800 വാഹനങ്ങൾ സുഗമമായി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ ഉപഭോക്താക്കൾക്ക് മാളിൽ ഷോപ്പിങ്ങിനായി എത്താനാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് CEO സെയ്ഫി രൂപാവല, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് MD ആൻഡ് CEO അദീബ് അഹമ്മദ്, IT സംരംഭകൻ ഷൈരൂൺ ഷംഷുദ്ദീൻ, ലുലു ഗ്രൂപ്പ് ഡയറക്ടർമാരായ സലീം MA, മുഹമ്മദ് അൽത്താഫ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് CEO നിഷാദ് MA, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷറഫ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ CEO രജിത് രാധാകൃഷ്ണൻ, ലുലു ഇന്ത്യ ഷോപ്പിംഗ് മാൾസ് ഡയറക്ടർ ഷിബു ഫിലിക്സ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമായി. കോട്ടയം, തിരൂർ, പെരിന്തൽമണ്ണ അടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ കൂടുതൽ പ്രൊജക്റ്റുകൾ ഉടൻ യാഥാർത്ഥ്യമാകും. കൂടാതെ ചെന്നൈ, അഹമ്മദാബാദ്, ഗുരുഗ്രാം തുടങ്ങിയ മെട്രോ നഗരങ്ങളിലും വലിയ പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത്. കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ബംഗളൂരു, ഹൈദരാബാദ്, ലക്നൗ എന്നിവിടങ്ങൾക്ക് പുറമെയാണ് കോഴിക്കോടും ലുലു ഷോപ്പിംഗ് വാതിൽ തുറന്നത്. തമിഴ്നാട്, ഗുജറാത്ത്, ജമ്മു കശ്മീർ അടക്കം രാജ്യത്തെ വിവിധയിടങ്ങളിലായി മാൾ, ഹൈപ്പർ മാർക്കറ്റ്, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിപുലമായ പദ്ധതികളാണ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ നടപ്പാക്കുന്നത്.